Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് ഇവിടെ കാണാം പ്രാക്ടീസിങ് ഇക്വാലിറ്റി ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോഡ്. ഇത് പ്രിലിംസിൽ പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ജസ്റ്റ് പേപ്പർ വണ്ണിൽ. അതേപോലെ മെയിൻസിൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. ഇവിടെ ഒരു ജിതേന്ദർ കല വാസസ് സ്റ്റേറ്റ് 2025 ഇത് ഡൽഹി ഗവൺമെന്റിനെതിരെയുള്ളൊരു ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അവർക്കെതിരെയുള്ളൊരു കേസാണ്. ഓക്കെ, സോ ഇവിടെ സുപ്രീം കോർട്ട് അതിന് മുമ്പ് വേറെ കുറച്ച് കേസസ് നമുക്കിവിടെ പറയാനുണ്ട് കേട്ടോ. ഇന്ദിരാ ജയ്സിംഗ് കേസും അതേപോലെ ഇപ്പോൾ ഈ ഒരു ജിതേന്ദർ കേസും എന്താന്നുള്ള കാര്യം വഴിയെ പറയാം. സോ സുപ്രീം കോർട്ട് ഇവിടെ പിന്നെയും പറഞ്ഞു, അതായത് ഹൗ ലോയേഴ്സ് ആർ ചൂസൺ ടു ബിക്കം സീനിയർ അഡ്വക്കേറ്റ്സ്. സോ സീനിയർ അഡ്വക്കേറ്റ്സും ഓർഡിനറി അഡ്വക്കേറ്റ്സും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. Okay, it is a special honor in the legal world. Okay, so it looked back at the earlier important cases like ഞാൻ പറഞ്ഞ പോലെ ഇന്ദിരാ ജയ്സിംഗ് 2017 ഒരു കേസാണ് വിച്ച് ഹാസ് റേസ് ദി ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫെയർനെസ് ഇൻ ദി പ്രോസസ്. സോ ഇവിടെ കോടതി പറഞ്ഞത്, ഹൈക്കോടതി സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിനടുത്ത് പറഞ്ഞു പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം, ഫെയർ ആയിട്ടുള്ള റൂൾസ് വേണം സീനിയർ അഡ്വക്കേറ്റ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഡിസിഷൻ ഇറ്റ് ഡിഡൻറ്റ് മേക്ക് ബിഗ് ന്യൂസ്. ഓക്കെ, ആൾക്കാർ ഇതിനെ കണ്ടത് ജഡ്ജസിന്റെ ഒരു ഇന്റേണൽ മാറ്റർ ആയിട്ടാണ്. സോ ഇത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് എ സ്മോൾ ഇഷ്യൂ, ബട്ട് ഹൗ ലോയേഴ്സ് ആർ ട്രീറ്റഡ് ഇൻ കോർട്ട് എഫക്ട്സ് ദി ഹോൾ സിസ്റ്റം ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് അൺഫെയർ ആണെന്നുണ്ടെങ്കിൽ അത് ഇന്നിക്വാലിറ്റിക്ക് കാരണമാവും. ഓക്കെ, ആ ഒരു ലീഗൽ പ്രൊഫഷനിലുള്ള ഇന്നിക്വാലിറ്റിക്ക് ഇത് കാരണമാവും. സോ ഇത് നല്ല ടാലന്റ് ഉള്ള ആൾക്കാരെ, അവർക്ക് വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഉയർന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ ഇറ്റ് വിൽ മേക്ക് ജസ്റ്റിസ് ലെസ് ആക്സസിബിൾ ഫോർ ഓർഡിനറി പീപ്പിൾ. ഡെമോക്രസിയെ ഹേർട്ട് ചെയ്യും ഓഫ് കോഴ്സ്, ബിക്കോസ് നിയമമാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഡീപ്ലി ലിങ്ക്ഡ്. ഓക്കെ, സോ ദ കേസ് മേ ലുക്ക് ലൈക്ക് എ ടെക്നിക്കൽ കോർട്ട് മാറ്റർ, but it's really about fairness and equality in the legal system. Okay, something that affects us all. സോ ഇവിടെ നമുക്ക് അഡ്വക്കേറ്റ്സ് ആക്ടിനെ പറ്റിയിട്ട് നോക്കാനുണ്ട്. സോ വാട്ട് ഈസ് സെക്ഷൻ 16 ഓഫ് ദി അഡ്വക്കേറ്റ്സ് ആക്ട്? സെക്ഷൻ 16 ഓഫ് ദി അഡ്വക്കേറ്റ്സ് ആക്ട് 1961 ഇറ്റ് ക്രിയേറ്റ്സ് ടു ടൈപ്പ് ഓഫ് ലോയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീനിയർ അഡ്വക്കേറ്റ്സും അതേപോലെ അതർ അഡ്വക്കേറ്റ്സും. സീനിയർ അഡ്വക്കേറ്റ്സ്, അതായത് അവരുടെ ആ ഒരു നോളേജിനും എക്സ്പീരിയൻസിനും ഒരു റെപ്യൂട്ടേഷനും ഒക്കെ ഇറ്റ് ഈസ് ഗിവൺ സ്പെഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, അവരുടെ ഫോർ ദെയർ നോളേജ്, എക്സ്പീരിയൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ. അതർ അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ്. ഓക്കെ, ഈ സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ് ആ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള ആ ഒരു പവർ ഉള്ളത്. ഓക്കെ, ദേ ഹാവ് ദ പവർ ടു ഗീവ് ദി സീനിയർ ടൈറ്റിൽ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വൈൽ ദി ഐഡിയ വാസ് ടു റെക്കഗ്നൈസ് ദി ടാലന്റ്, അത് റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇതൊരു ഹൈറാർക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ലോയേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു ഹൈറാർക്കി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫേവർ ചെയ്യുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള, നല്ല വെൽ കണക്ഷനുള്ള ആൾക്കാരെയാണ് ഇത് ഫേവർ ചെയ്യുന്നത്. അതേപോലെ ഒരു ഇലീറ്റ് ക്ലബാണ് ഉണ്ടാക്കുന്നത് അല്ലേ, ഓഫ് ലോയേഴ്സ് ഹു ഗെറ്റ് മോർ അറ്റൻഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. സോ ഇത് ലീഗൽ ഫീൽഡിനെ അൺഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓർഡിനറി ലോയേഴ്സിന് ദേ ഫൈൻഡ് വെരി ഹാർഡ് ടു ഗ്രോ. ഈ ഒരു ഫീൽഡിൽ ഗ്രോ ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല ഇവരെ. ആൻഡ് ഇവിടെ US ഒരു കാര്യം നമുക്ക് എടുക്കണം. സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, അത് കണ്ടവർക്ക് അറിയാം. അത് ഈ ഒരു പരിപാടിയെ പറ്റിയിട്ട് പറയണതാണ്. അതായത് ഈ ഒരു റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു 2014 ഒരു റിപ്പോർട്ട്. ഇറ്റ് ഇസ് കോൾഡ് ദി ഇക്കോ ചാമ്പർ ആൻഡ് ഷോഡ് ദാറ്റ് US അതായത് ടോട്ടൽ കേസസിന്റെ ഓക്കെ 1% താഴെയുള്ള ലോയേഴ്സ് ആണ് അവിടെയുള്ള 43% കേസസിൽ ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, സുപ്രീം കോർട്ടിൽ അവിടുത്തെ 43% കേസസിൽ ആർഗ്യൂ ചെയ്യുന്നത് ലെസ് ദാൻ 1% ഓഫ് ദ ലോയേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും വരുന്നത് ഈ കോർപ്പറേറ്റ് ലോ ഫേംസ് എന്നാണ്. ഓക്കെ, ഭയങ്കര വലിയ കോർപ്പറേറ്റ് ലോ ഫേംസ്, ബിഗ് കോർപ്പറേറ്റ് ലോ ഫേംസ് എന്നാണ് മോസ്റ്റ് ഓഫ് ദ ലോയേഴ്സും വരുന്നത്. ഓക്കെ, ഈ ഒരു 1% താഴെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ. ഈ 43% കേസസും സുപ്രീം കോർട്ടിൽ US വാദിക്കുന്നത് ഈ ബിഗ് കോർപ്പറേറ്റ് ലോ ഫേംസ് എന്നുള്ള ആൾക്കാരാണ്. സോ ദിസ് ഗ്രൂപ്പ് ഹാഡ് എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ US ലോസ് വർ ഷേപ്പ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ US അത്രയ്ക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഡേഞ്ചർ ഇറ്റ് ഈസ് റിയൽ. ഓക്കെ, അതായത് ഈ സീനിയർ അഡ്വക്കേറ്റ്സിന്റെ ഈ ഒരു സ്മോൾ ഗ്രൂപ്പാണ് ഇവര്. ഓക്കെ, ഇവരാണ് ഈ ടോപ്പ് കേസസിനൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത്.
സോ ഇതൊരു ഇലീറ്റിസം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ലോ ലോന്റെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ആണിത്, അല്ലെ? ദിസ് ലീഡ്സ് ടു ഇലീറ്റിസം ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ ലോ. ഇത് ഇക്വാലിറ്റിക്ക് നല്ലതല്ല, ഫെയർനെസ്സിന് നല്ലതല്ല, അതേപോലെ ഇറ്റ് ഈസ് ബാഡ് ഫോർ ആക്സസ് ടു ജസ്റ്റിസ്. സോ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ലോയേഴ്സിന് കൊടുക്കുന്ന സമയത്ത് അത് ഗിവിംഗ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു സം ലോയേഴ്സ് സൗണ്ട്സ് ഗുഡ്, but it risks creating a legal elite, okay, where only a few powerful voices shapes the law, and it hurts the democracy and justice for all. സോ നമ്മളൊരു ഇന്ദിര ജയ്സിംഗ് കേസ് പറഞ്ഞല്ലോ, 2017 കേസ്. സോ ഇന്ദിര ജയ്സിംഗ് എന്നുള്ളത് ഒരു സീനിയർ ലോയർ ആയിരുന്നു, ആൻഡ് പുള്ളിക്കാരി ചാലഞ്ച് ചെയ്തു ദി സിസ്റ്റം ഓഫ് ഗിവിംഗ് ദി ടൈറ്റിൽ ഓഫ് സീനിയർ അഡ്വക്കേറ്റ്സ്. ആൻഡ് ഷീ ആർഗ്യൂഡ് ദാറ്റ് ഈ ഒരു സെക്ഷൻ 16, ഓക്കെ, ഈ അഡ്വക്കേറ്റ് ആക്ടിന്റെ സെക്ഷൻ 16 ഇതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നതാണ്, ആൻഡ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോർട്ട് അതിനെ ഡിസഗ്രി ചെയ്തു, ആൻഡ് കോർട്ട് പറഞ്ഞത് ഈ ഒരു സെക്ഷൻ വാലിഡ് ആണ്, ആൻഡ് ദി ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ സീനിയർ അഡ്വക്കേറ്റ്സ് ആൻഡ് അതേഴ്സ് വാസ് ലീഗൽ എന്നാണ് കോടതി പറഞ്ഞത്. സോ ആ ഒരു സിസ്റ്റം ഇറ്റ് വാസ് അലൗഡ് ടു കണ്ടിന്യൂ, ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഫേവേർഡ് സർട്ടൻ ലോയേഴ്സ്. അതേപോലെ ഈ 2025 ഈ ഒരു ജിതേന്ദർ കേസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ജഡ്ജ്മെന്റ് നോക്കുമ്പോൾ കോർട്ട് ക്രിട്ടിസൈസ് ചെയ്തു, ഓക്കെ. സോ ഈ ഒരു ഏത് രീതിയിലാണോ സീനിയർ അഡ്വക്കേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു വേ ദി കോർട്ട് ക്രിട്ടിസൈസ് ദി വേ സീനിയർ അഡ്വക്കേറ്റ്സ് വർ ബീയിങ് സെലക്ടഡ്, ഓക്കെ. ആൻഡ് കോടതി പറഞ്ഞത് ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഇല്ലാണ്ട് ആൾക്കാരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് ഈ ഇങ്ങനത്തെ ടൈറ്റിലുകളൊക്കെ കൊടുക്കുന്നത് എന്ന് കോടതി പറഞ്ഞു, ഓക്കെ. ആ ഒരു പ്രക്രിയയാണ് കോടതി ക്രിട്ടിസൈസ് ചെയ്തത്. However, the court still supported the idea that lawyers should apply to be considered for senior title. കോർട്ടിന് വേണ്ടത് ബെറ്റർ റൂൾസ് ആണ്, പക്ഷെ ഇറ്റ് ഡി നോട്ട് ചേഞ്ച് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം. സോ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഷുഡ് ദർ ബി എനി സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ അറ്റ് ഓൾ എന്നുള്ളതാണ്. അതായത് ഇത് ഫെയർ ആണോ, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ, അതായത് ഇങ്ങനെ ലോയേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫെയർ ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ളതാണ്, ഇൻ ടു ഈ സീനിയർ അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ കോർ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഈ കോർ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് അബൌട്ട് ഇക്വാലിറ്റി ആൻഡ് ഫെയർനെസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ പറ്റിയിട്ട് കോടതി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തന്നിട്ടില്ല എന്ന് വേണം പറയാൻ, ഓക്കെ, ഹാവ് നോട്ട് ബീൻ ആൻസേർഡ് ബൈ ദി കോർട്ട്. സോ ഈ ഇന്ദിര ജയ്സിംഗ് കേസ് 2017 ഇന്ദിര ജയ്സിംഗ് കേസിൽ അവിടെ പറഞ്ഞത് സീനിയർ അഡ്വക്കേറ്റ് സിസ്റ്റം എന്നുള്ളത് അതൊരു വാലിഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഓക്കെ. അത് കാണുമ്പോൾ അൺഈക്വൽ ആണെന്നുണ്ടെങ്കിലും സിസ്റ്റം വാലിഡ് ആണെന്ന് പറഞ്ഞു. ജിതേന്ദർ ഇപ്പോൾ ഈ ഒരു കേസിൽ, നമ്മുടെ ഇന്നത്തെ കേസിൽ 2025 കേസിൽ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് മാറ്റേണ്ടത്, ഓക്കെ. സിസ്റ്റം കുഴപ്പമൊന്നുമില്ല, they kept the same system and said the selection process needs fixing, ഓക്കെ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റിയൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഷുഡ് സച്ച് എ ഹൈറാർക്കി എക്സിസ്റ്റ് അറ്റ് ഓൾ ഇൻ എ ഡെമോക്രസി എന്നുള്ളതാണ്. അത് ഈ ഒരു ചോദ്യം ഇറ്റ് ഈസ് സ്റ്റിൽ ഇഗ്നോർഡ്, ഓക്കെ. സോ ദിസ് കീപ്സ് ദി ലീഗൽ പ്രൊഫഷൻ വൾണറബിൾ, okay, to elitism and inequality, while the court avoid addressing the root of the problem. സോ ഇവിടെ കോടതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന് ഫോക്കസ് ചെയ്യാണ്ട്, അതായത് നമ്മുടെ ആ ഒരു ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൽ ഫോക്കസ് ചെയ്യാണ്ട് മറ്റ് രാജ്യങ്ങളിൽ, അതായത് ഫോറിൻ മോഡൽസിലെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഓക്കെ. കോർട്ട് റിലേ ചെയ്തത് ആ ഫോറിൻ കൺട്രീസിന്റെ അവിടുത്തെ എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്, ഓക്കെ. ഈ നൈജീരിയയിൽ അങ്ങനെയാണ്, സിംഗപ്പൂരിൽ ഇങ്ങനെയാണ്, ഓസ്ട്രേലിയയിൽ അങ്ങനെയാണെന്നുള്ള എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്, ഓക്കെ. ഈ ഫോറിൻ മോഡൽസ് ഇതൊരിക്കലും ഇന്ത്യയുടെ ഒരു സോഷ്യൽ, അതേപോലെ നമ്മുടെ ലീഗൽ റിയാലിറ്റീസുമായിട്ട് ഒരിക്കലും ചൂസ് ആവില്ല, ഓക്കെ, സ്യൂട്ട് ആവില്ല, സോറി, ദേ ഡോണ്ട് ഓൾവേസ് സ്യൂട്ട് ഇന്ത്യ സോഷ്യൽ ആൻഡ് ലീഗൽ റിയാലിറ്റീസ്. ഇവിടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീനിയർ അഡ്വക്കേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഇത് ഭയങ്കര ഇറ്റ് ഈസ് നോട്ട് ഒബ്ജക്റ്റീവ്, ഓക്കെ. ഇത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഴ്സണൽ ഒപ്പീനിയൻസിലാണ്, ഓക്കെ. ഇത് നയിക്കുന്നത് ഒരു ലീഗൽ ഇലീറ്റിലോട്ടാണ്. നമ്മൾ പറഞ്ഞ ഈ ലീഗൽ ഇലീറ്റ് എന്നുള്ളത് ഇവരൊരു ചെറിയൊരു ഗ്രൂപ്പാണ് കേട്ടോ, ഒരു ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷേ ദേ ആർ വെരി പവർഫുൾ, ഓക്കെ. ഇവരൊരു വെൽ കണക്റ്റഡ് ലോയേഴ്സ് ആണ് ഹു ഡോമിനേറ്റ്സ് ദ സിസ്റ്റം. ഇതൊരു ലീഗൽ പ്ലൂട്ടോക്രസി പോലെയാണ്.
ഓക്കെ, അതായത് ഇൻഫ്ലുവൻസും സ്റ്റാറ്റസും ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത് മെറിറ്റിനേക്കാളും. സോ നമ്മുടെ നിവിൻ പോളിയൊക്കെ പറയുന്നത് പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്ന് പറയാൻ ഇവന്മാർ സമ്മതിക്കില്ല, ആ വഴി വെട്ടാൻ സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. സോ വളരെ ഫേമസ് ടൂറിസ്റ്റ് ആയിട്ടുള്ള FS നരിമാൻ, ആൻഡ് ഹി സെഡ് ദാറ്റ് ഇതൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കും, അതായത് ലോയേഴ്സിനിടയിൽ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, ഡിവൈഡിങ് ദം ഇൻ ടു ഹൈ സ്റ്റാറ്റസ് ആൻഡ് ലോ സ്റ്റാറ്റസ് ഗ്രൂപ്പ്സ്. ഓക്കെ, സോ എങ്ങനെയാണോ ഒരു ജാതി വിവേചനം എങ്ങനെയാണോ ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത്, അതേപോലെ ഇത് നമ്മുടെ ലോയേഴ്സിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് വളരെ ഫേമസ് ജൂറിസ്റ്റ് ആയിട്ടുള്ള FS നരിമാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു ഹോമോസോഷ്യൽ മോർഫിംഗ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഈ ഒരു ടേം, ഈ ഒരു ഹോമോസോഷ്യൽ മോർഫിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പവറിലുള്ള ആൾക്കാരില്ലേ, ഓക്കെ, ഇപ്പൊ ടോപ്പ് പവറിൽ നിൽക്കുന്ന ആൾക്കാർ, അവർ ചൂസ് ചെയ്യുന്നത്, അവർ പിക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെ പോലെ അതായത് ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു അവരുടെ ചിലപ്പോൾ അവരുടെ ജാതിയിലുള്ള ആൾക്കാർ, അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പീപ്പിൾ ഇൻ പവർ പിക്ക് അതേഴ്സ് ലൈക്ക് ദംസെൽഫ്. ഓക്കെ, ഓഫൺ ഇവർ ചൂസ് ചെയ്യുന്നത് ഇലീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരെയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളെ ഒഴിവാക്കും, ദളിത്സിനെ ഒഴിവാക്കും, ആദിവാസീസിനെ ഒഴിവാക്കും, എല്ലാ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സിനെ ഇവർ ഒഴിവാക്കും. ഓക്കെ, സോ ഒരു ക്രീമി ലെയർ മാത്രം, ഓൺലി എ ക്രീമി ലെയർ. ഓക്കെ, ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ആൾക്കാരെ, ഓക്കെ, ദ പ്രിവിലേജ്ഡ് ഫ്യൂ റൈസ് ടു ദ ടോപ്പ്. ഓക്കെ, ലീഗൽ പ്രൊഫഷനിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? സോ സീനിയർ അഡ്വക്കേറ്റിൻ്റെ ഈ ഒരു സിസ്റ്റം, അതായത് സീനിയർ അഡ്വക്കേറ്റ് സിസ്റ്റം, ഇറ്റ് ഹാസ് ബിക്കം എ ക്ലബ് ഫോർ ദി പവർഫുൾ. ഓക്കെ, അതായത് ഒരു ട്രൂ മെറിറ്റിനെ റിവാർഡ് ചെയ്യുന്ന പോലെ അല്ല ഈ ഒരു സിസ്റ്റം. ഓക്കെ, ഇത് ഇക്വാലിറ്റിയെ ഇഗ്നോർ ചെയ്യുന്നു, ഇത് ഇലീറ്റായ ആൾക്കാരെ ഫേവർ ചെയ്യുന്നു, ആൻഡ് മേക്സ് ദി ലീഗൽ ഫീൽഡ് ലെസ് ഇൻക്ലൂസീവ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റിസിനെയും ഡെമോക്രസിയും ഹേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതെന്തായാലും ഹേർട്ട് ചെയ്യും. ഇൻ ദി ലോങ് റൺ ഇറ്റ് വിൽ ഹേർട്ട് ദി ജസ്റ്റിസ് ആൻഡ് ഡെമോക്രസി. സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ടാലൻ്റ് ഉള്ള കുറേ ലോയേഴ്സ് ഉണ്ട്. ഇവരൊന്നും നോട്ടീസ് ചെയ്യപ്പെടാതെ പോവുകയാണ് ഇവർ. ദേ നെവർ ഗെറ്റ് നോട്ടീസ്ഡ്. ഓക്കെ, ആൻഡ് ഓർ ഹേർഡ് ഇൻ കോർട്സ്. ഈ ഈ കുറച്ച് ആൾക്കാർ, നമ്മൾ പറഞ്ഞ ഈ ഇലീറ്റ് ഗ്രൂപ്പ്സിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറച്ച് സ്റ്റാർ ലോയേഴ്സ്, അവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഹൈ പേയിങ് കേസസ് ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇത് എന്തുകൊണ്ടാണ് അൺഫെയർ ആവുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണ ആൾക്കാർക്ക് ഒരിക്കലും ഇവരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ നരസിംഹത്തിലല്ലേ മറ്റേ മോഹൻലാലെ വിളിച്ചിട്ട് മമ്മൂട്ടി വരുന്നത്, ഒരു സിറ്റിങ്ങിന് 1.5 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാറൊക്കെ വരുന്നത്. ഓക്കെ, സോ അത് പുള്ളി ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് പുള്ളി വന്നു, അതുകൊണ്ട്. പക്ഷെ സാധാരണക്കാർ വിളിച്ചാലൊന്നും വരില്ല, അല്ലേ? സോ നീതി കിട്ടുന്നത് എപ്പോഴും കാശുള്ളവനായിരിക്കും. That means access to justice becomes easier for the rich, but it is very harder for everyone else. So, ഇതൊരു ലീഗൽ സിസ്റ്റത്തിന്, it turns the legal system into a privilege for the wealthy, not a right for all. So, what's the bigger impact? അതായത് ഇത് കോർട്ട് റൂമിലുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയെ റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതായത് വളരെ കുറച്ച് സ്ത്രീകളും ദളിത്സും ആദിവാസീസും മാർജിനൽ ഗ്രൂപ്പ്സും, they are visible as a leading voices. ഓക്കെ, സോ വളരെ കുറച്ച് സ്ത്രീകളും ദളിത്സും ആദിവാസീസും മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സ്, ഇതിൽ പെട്ട കുറച്ച് ആൾക്കാരുടെ ആ ഒരു വോയിസും, അത് മാത്രമേ, വളരെ കുറച്ച് ഇത് മാത്രമേ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദി ഐഡിയ ഓഫ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫെയർനെസ് ഇൻ ദി ഡെമോക്രസി. സോ ഇവിടെ എന്താണ് മാറ്റം വേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത് റിയൽ റിഫോംസ് ആണ്. ഓക്കെ, വി ഡോണ്ട് നീഡ് ബെറ്റർ റൂൾസ്, നോട്ട് ജസ്റ്റ് ബെറ്റർ റൂൾസ്, ബട്ട് ഫ്രഷ് ലുക്ക്. നമ്മൾ പറഞ്ഞ ഈ ഒരു സെക്ഷൻ 16 ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷൻ 16 വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് വേണ്ടത്. സോ റിഫോംസ് എപ്പോഴും ഇക്വാലിറ്റി എൻഷുർ ചെയ്യണം. ഓക്കെ, അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ ലോയേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എൻഷുർ ചെയ്യണം, ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഫെയർ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലീഗൽ പ്രൊഫഷൻ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത്, റൈറ്റ് നൗ നമ്മുടെ സിസ്റ്റം, ഇറ്റ് ഹെൽപ്സ് ദ ഫ്യൂ ഇലീറ്റ് ലോയേഴ്സ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹേർട്സ് എവറി വൺ എൽസ് റൈറ്റ്സ് ടു ജസ്റ്റിസ്. സോ ഇഫ് യു വാണ്ട് ട്രൂ ഇക്വാലിറ്റി, നമുക്ക് അതായത് ഒരു സമത്വം, ഓക്കെ, ഇഫ് യു വാണ്ട് ട്രൂ ഇക്വാലിറ്റി, വി മസ്റ്റ് റീതിങ്ക് ദി വെരി ഫൗണ്ടേഷൻ ഓഫ് ഹൗ ലോയേഴ്സ് ആർ റാങ്ക്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ്. So we'll move on to our next news.
No Time to Rest on India's Ranking and the Sustainable Development Report. പ്രിലിംസിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ജി എസ് പേപ്പർ 1. അതേപോലെ മെയിൻസിൽ ജി എസ് പേപ്പർ 2 വരുന്നതാണ് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളൊരു ഹെഡിൽ വരുന്ന ഒരു ടോപ്പിക്കാണത്. സോ ഇവിടെ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് എന്നുള്ളത് UN സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവരെല്ലാ വർഷവും ഒരു റിപ്പോർട്ട് പുറത്തിറക്കും ഷോയിങ് ഹൗ വെൽ ദി കൺട്രീസ് ആർ ഡൂയിങ് ഓൺ ഗോൾസ് ലൈക്ക് എൻഡിങ് പോവർട്ടി, ഇംപ്രൂവിങ് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് നേച്ചർ. 2016 157 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 110 ഓക്കെ, 110 ആയിരുന്നു. 2024 റിപ്പോർട്ട് പ്രകാരം നമ്മളത് 167 രാജ്യങ്ങളിലെടുത്തപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 99 നമ്മൾ ഉയർത്തി. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ ടോപ്പ് 100 കയറുന്നത്. സോ ഇത് വളരെ നല്ലൊരു ഗുഡ് സൈൻ ആണ്. പക്ഷെ നമ്മുടെ പ്രോഗ്രസ് സ്ലോ ആണെന്ന് വേണം പറയാൻ, പക്ഷെ ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ. ആൻഡ് ഇന്ത്യക്ക് ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട്, ലൈക്ക് പോവർട്ടി, inequality, environment and education. So India is improving in sustainable development, but we still has a long way to go. സോ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഫസ്റ്റ് SDG എന്നുള്ളത് പോവർട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം ഇന്ത്യ ഈസ് ഡൂയിങ് ബെറ്റർ അറ്റ് റിഡ്യൂസിങ് പോവർട്ടി. അതായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു വളരെ ലോ ഇൻകമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുള്ളൂ. ബട്ട് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ പോവർട്ടി മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പോവർട്ടി മെഷർ ചെയ്യുന്നത് എന്നതിലാണ് പ്രശ്നം. ഓക്കെ, ഒരു ഒഫീഷ്യൽ സ്പെൻഡിങ് ഡാറ്റ 2018 തൊട്ട് ഗവൺമെൻറ് പുറത്തു വിട്ടിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു ഒഫീഷ്യൽ സ്പെൻഡിങ് ഡാറ്റ എന്ന് പറയുന്നത് ആൾക്കാരെ ഹൗ മച്ച് പീപ്പിൾ സ്പെൻഡ് ഓൺ ഫുഡ്, ക്ലോത്ത്സ് എക്സെട്ര അതറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഒരു രംഗരാജൻ പോവർട്ടി ലൈൻ ഉണ്ട്. സോ പോവർട്ടി ലൈൻ നമുക്കറിയാമല്ലേ, അതായത് ഒരാൾക്ക് അയാളുടെ ഒരു ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്, അതായത് ഷെൽട്ടർ, ഫുഡ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി. ഓക്കെ, ആ ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ പോവർട്ടി ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു രംഗരാജൻ പോവർട്ടി ലൈൻ എന്നുള്ളത് ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ഇത് ഇറ്റ് ഇസ് സ്റ്റിൽ ബേസ്ഡ് ഓൺ ദി ഓൾഡ് ഡെയിലി എമൗണ്ട്സ്. അതായത് റൂറൽ ഏരിയാസിൽ 33 രൂപയും അർബൺ ഏരിയാസിൽ 47 രൂപയൊക്കെയാണ് ഈ ഒരു പോവർട്ടി ലൈൻ പ്രകാരം പറയുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡാറ്റ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ്. സോ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടി ഒരു റഫ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് പോവർട്ടി ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ, വേൾഡ് ബാങ്കിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 2012 22% അത് 2023 ആയപ്പോഴേക്കും 12% കുറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ഇൻ റിഡ്യൂസിങ് പോവർട്ടി. ബട്ട് നമുക്ക് വേണ്ടത് വി നീഡ് ബെറ്റർ ആൻഡ് അപ്ഡേറ്റഡ് ഡാറ്റ, ഓക്കെ, ടു നോ ദി ഫുൾ പിക്ചർ. സോ നമ്മൾ SDG 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സീറോ ഹങ്കർ എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. സോ എൻഡിങ് ഹങ്കർ ആൻഡ് എൻഷുറിങ് എവരി വൺ ഗെറ്റ്സ് ഇനഫ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇതിപ്പോഴും ഒരു വളരെ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഡയറ്റ് ക്വാളിറ്റിയിൽ ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ്. ഓക്കെ, ഈ റൂറൽ ഏരിയാസിൽ ഉള്ള അതേപോലെ പുവർ പീപ്പിൾ, ഓക്കെ, പാവപ്പെട്ട ആൾക്കാർ ആൻഡ് റൂറൽ ഏരിയാസ് ദേ സ്ട്രഗിൾ മോർ ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, നമ്മൾ ഈ അർബൺ ഗ്രൂപ്പ്സിലും അതേപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട ആൾക്കാരും അതേപോലെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ ദേ സ്ട്രഗിൾ മോർ ടു ഗെറ്റ് ഹെൽത്തി ഫുഡ് കമ്പയർ ടു റിച്ച് ആൻഡ് അർബൺ ഗ്രൂപ്പ്സ്. അതുപോലെ നമ്മുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS 5 പ്രകാരം ഫ്രം 2019 to 21 അക്കോർഡിംഗ് ടു ഗവൺമെൻറ് ഹെൽത്ത് സർവേ ഡാറ്റ, ഈ ഒരു സ്റ്റണ്ടിങ് ഉണ്ടല്ലോ. സോ സ്റ്റണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുട്ടികൾ അവരുടെ ആ ഒരു വയസ്സിനനുസരിച്ച് ആ ഒരു വളർച്ച എത്താത്തൊരു സിറ്റുവേഷനാണ്. ദ ചിൽഡ്രൻ ടു ഷോർട്ട് ഫോർ ദെയർ ഏജ്. സോ ഇതിൻ്റെ ഒരു കണക്ക് ഇത് 19-21 കണക്കാട്ടോ. സോ അതനുസരിച്ച് 35.5% ആയിരുന്നു. ഓക്കെ, പക്ഷേ പിന്നീട് 15-16 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുറവാണ്. ഓക്കെ, 38% ആയിരുന്നു NFHS 4 to 15-16 അതിലുള്ള ഡാറ്റ അനുസരിച്ച് 35 കുറവാണ്. അതേപോലെ ഈ
കുട്ടികൾ ദ ചിൽഡ്രൻ ടു തിൻ ഫോർ ദെയർ ഹൈറ്റ്. ഓക്കെ, വേസ്റ്റിംഗ് എന്നുള്ളതാണ്. സോ അത് 19.3% ആണ്. ഓക്കെ, അത് 21% നിന്നും 19% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒബിസിറ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്സിലുള്ള ഒബിസിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ ഒരു ഏജിൽ പെടുന്ന ഒരു 15 to 49 വരെയുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇത് 2006 തൊട്ടിട്ട് ഇത് ഡബിൾ ആയിരിക്കുകയാണ്. ഓക്കെ, എസ്പെഷ്യലി റിച്ചർ ഇൻ അർബൺ പീപ്പിൾ. സോ ഇന്ത്യ ഹാസ് ടു മെനി അണ്ടർ നറിഷ്ഡ് ചിൽഡ്രൻ. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് അണ്ടർ നറിഷ്ഡ് കുട്ടികളുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വെൽത്തിയർ ഗ്രൂപ്പ്സിനിടയിൽ ഒബീസിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, സോ ഇതൊരു മാൽന്യൂട്രീഷൻ്റെ ഒരു ഡബിൾ ബേർഡൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ SDG 7ഉം SDG 9ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SDG 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള അതായിരുന്നു ആ ഒരു ഗോള്. അതേപോലെ 9 ഇൻഡസ്ട്രി ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. SDG 7 നമുക്ക് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ആക്സസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇന്ത്യയിൽ ദേ നൗ ഹാവ് ഇലക്ട്രിസിറ്റി. ആ ഒരു കണക്ക് പ്രകാരം ദിസ് ഇസ് എ മേജർ അച്ചീവ്മെന്റ് അല്ലേ. കഴിഞ്ഞ 20 വർഷത്തിൽ വളരെ മേജർ ഒരു അച്ചീവ്മെന്റ് ആണിത്. പക്ഷേ ദി ക്വാളിറ്റി ആൻഡ് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അതിൽ മാറ്റമുണ്ട്. ഓക്കെ, എസ്പെഷ്യലി അർബൺ റൂറൽ ഏരിയാസ് എടുക്കുമ്പോൾ അതിൽ വ്യത്യാസം വരുന്നുണ്ട് ഇൻ ദി ക്വാളിറ്റി ആൻഡ് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പക്ഷേ ഇന്ത്യ ക്ലീൻ എനർജിയിൽ ഇന്ത്യ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈസ് നൗ ദ 4th ലാർജസ്റ്റ് കൺട്രി ഇൻ യൂസിങ് സോളാർ ആൻഡ് വിൻഡ് പവർ. അതേപോലെ SDG 9ന്റെ കാര്യം നമ്മൾ എടുത്തില്ല. ബേസിക്കലി ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇന്ത്യ ഹാസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിജിറ്റൽ പേയ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. UPI പോലെയുള്ള പേയ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ വൈഡ്ലി യൂസ്. സോ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ COVID-19 പാൻഡമിക് വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ പൊങ്ങി വന്നിട്ടായിരുന്നു. അതായത് റൂറൽ ഏരിയാസിൽ പുവർ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. ഓക്കെ, they still have poor internet which made online education hard for many students. Okay, SDG 4 ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, 7ഉം 9ഉം പറഞ്ഞു അല്ലേ, പിന്നെ 2 ആണ് പറഞ്ഞത്. അപ്പോൾ SDG 4 ഉണ്ടായിരുന്നു. SDG 4 ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ അത് അവിടെ എഫക്റ്റ് ആയി. സോ ഇലക്ട്രിസിറ്റിയിലും ഡിജിറ്റൽ പേയ്മെന്റിലും ക്ലീൻ എനർജിയിലും ഒക്കെ ഇന്ത്യ ഹാസ് മെയ്ഡ് സ്ട്രോങ് പ്രോഗ്രസ്. ഓക്കെ, പക്ഷെ അൺഈവൺ ആക്സസ് ആണ്. ഓക്കെ, ബട്ട് അൺഈവൺ ആക്സസ് ആൻഡ് റൂറൽ ഇന്റർനെറ്റ് ഗ്യാപ്സ് സോ ദേ സ്റ്റിൽ നീഡ് ഫിക്സിങ്. സോ ഇവിടെ SDG 16ന്റെ കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. SDG 16 സസ്റ്റൈനബിൾ ആ ഒരു ഗോള് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. SDG 16 ഇറ്റ് ഈസ് അബൌട്ട് ഗുഡ് ഗവർണൻസ്. ഓക്കെ, അതേപോലെ സ്ട്രോങ് ലോസ്, ഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രസ് ഫ്രീഡത്തിനെ പറ്റിയിട്ടൊക്കെ ഈ ഇടയിൽ ഭയങ്കര സീൻ ഉണ്ടായിട്ടുണ്ടല്ലോ. സോ ഇന്ത്യയുടെ വൺ ഓഫ് ദ വീക്കസ്റ്റ് ഏരിയാസ് ആണ്. ഓക്കെ, ഇൻ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഈ ഒരു SDG 16 ഒരു പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം എടുക്കുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് വീക്കസ്റ്റ് ഏരിയാസ്. ഓക്കെ, റീസെന്റ് ഇയേഴ്സിൽ ഇങ്ങനെ ചില അതായത് ഈ പ്രസ് ഫ്രീഡം അതിന്റെ കാര്യം, അതായത് പ്രസ് ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജേർണലിസ്റ്റ് ഇവർക്കൊക്കെ ഒരുപാട് പ്രഷർ വരുന്നുണ്ട്. അതേപോലെ റെസ്ട്രിക്ഷൻസ് ഇവരുടെ മേലെ വെക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു പ്രസ് ഫ്രീഡത്തിൽ നമുക്ക് പറയാം, അതായത് ഇമ്പ്രൂവ്മെന്റ് വന്നോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഹാസ് ബീൻ ലിറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു നോ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയേണ്ടി വരും പ്രസ് ഫ്രീഡത്തിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ. അതേപോലെ ഈ ലോസ് നമുക്കറിയാമല്ലേ, ദാറ്റ് ലോസ് അപ്ലൈഡ് ഈക്വലി ആൻഡ് ഫെയർലി ഷുഡ് ബി അപ്ലൈഡ് ഈക്വലി ആൻഡ് ഫെയർലി. സോ റൂൾ ഓഫ് ലോന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ വളരെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് കോടതികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ എലക്ഷൻ ബോഡീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ. സോ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം എടുക്കുമ്പോൾ ദർ ഹാസ് ബീൻ ലിറ്റിൽ ഓർ നോ ഇംപ്രൂവ്മെന്റ്. സോ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസിലാണ്, ലൈക്ക് പ്രസ് ഫ്രീഡം, ഫെയർ ഗവർണൻസ്. സോ ഈ SDG 16 ഇറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ബിഗസ്റ്റ് ചാലഞ്ച്. ഓക്കെ, ഇന്ത്യയുടെ വളരെ വലിയൊരു ചാലഞ്ചാണ് SDG 16. So we'll move on to our next news. A China-led trilateral nexus as India's new challenge.
സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ടോപ്പിക്കാണ്. മെയിൻസിൽ എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഓക്കെ, സോ ഇത് ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ നമ്മുടെ ചൈന പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 19-നാണെന്ന് തോന്നുന്നു ഒരു ട്രൈലാറ്ററൽ സമ്മിറ്റ് നടത്തിയിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടാണ്. ഓക്കെ, ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇതിനു മുമ്പ് മെയ്യില് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉള്ളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. സോ അവരുടെ ഗോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് കുറച്ചും കൂടി ക്ലോസ് ആക്കുക എന്നുള്ളതാണ്. അതേപോലെ ആ ഒരു നമ്മുടെ ചൈനയുടെ ഈ ഒരു SPEC ഉണ്ടല്ലോ, SPEC പ്രോജക്റ്റ്, അതായത് ചൈന പാകിസ്ഥാൻ ഇക്കോണമിക് കോറിഡോർ. ഓക്കെ, സോ ആ ഒരു പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു SPEC പ്രോജക്റ്റ് എന്നത് ഇതൊരു മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. ചൈനയുടെ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ ഇതിലൂടെ ഇവർ എയിം ചെയ്യുന്നത് ചൈനയുടെ ഷിങ്ജിയാങ് റീജിയൻ തൊട്ട് പാകിസ്ഥാന്റെ ഗ്വാദാർ പോർട്ട് വരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബിഗ് റോഡ് ആൻഡ് ട്രേഡ് നെറ്റ്വർക്ക് ചൈന ഇസ് ബിൽഡിംഗ് ത്രൂ പാകിസ്ഥാൻ. സോ ആ ഒരു പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. സോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയനിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് ആണെന്നുണ്ടെങ്കിലും വി ആർ നോട്ട് ഗെറ്റിംഗ് അലോങ് വെൽ ലേറ്റ്ലി, ആൻഡ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആർ ബിക്കമിങ് ക്ലോസർ. നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ട്രൈങ് ടു ഹെൽപ്പ് പാകിസ്ഥാൻ ലുക്ക് ഇമ്പോർട്ടൻറ്റ് അഗെയിൻ ഇൻ ദ റീജിയൻ. ഓക്കെ, അതേപോലെ ഈ ഒരു മീറ്റിങ്ങുകൾ നടത്തുന്നത് ഇന്ത്യയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു ന്യൂ പവർ ബാലൻസ് സൗത്ത് ഏഷ്യയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. ബേസിക്കലി ചൈന ഇവിടെ കളിക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ഗെയിമാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഗെയിമാണ് ചൈന ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ്. ആൻഡ് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഇൻഫ്ലുവൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഡിപ്ലോമാറ്റിക് ഗെയിം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ചൈനയും പാകിസ്ഥാനും ഇങ്ങനെ എന്താ പറയുക, എങ്ങനെയാണ് ഇവർ ഇത്രയും ക്ലോസ് ബഡ്ഡീസ് ആയതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആൻഡ് പിന്നെ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ 1962 ഉണ്ടായ ഇന്ത്യ ചൈന വാറാണ്. ഓക്കെ, സോ 62 ആ വാറിന് ശേഷം നമ്മുടെ ചൈനയും പാകിസ്ഥാനും ഇവർ ഭയങ്കര കട്ട് ഓഫ് ഫ്രണ്ട്സായി. ഓക്കെ, ദേ ബിക്കെയിം വെരി സ്ട്രോങ് അലൈസ്. സോ ഇവരുടെ കോമൺ ഗോൾ എന്താണെന്ന് വെച്ചാൽ കീപ് ഇന്ത്യ ഇൻ ചെക്ക്. അതേപോലെ ഒരു ചൈനയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയനിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെയിൻ ഗോള്. ഓക്കെ, പിന്നെ ചൈന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ്. ഓക്കെ, പൈസയുടെ മണി അതിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പാകിസ്ഥാൻ ചൈനയായിട്ട് 29 ബില്യണോളം കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ആസ് ഓഫ് 2024 പാകിസ്ഥാൻ ഓസ് ഓവർ 29 ബില്യൺ ടു ചൈന. അതേപോലെ വെപ്പൺസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ആംസിന്റെ 80% വരുന്നത് ചൈനയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ പാകിസ്ഥാൻ റിലൈസ് ഹെവിലി ഓൺ ചൈന. ബോത്ത് ഇപ്പോൾ എക്കണോമിക്കൽ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും മിലിറ്ററി നീഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ റിലേ ചെയ്യുന്നത് ചൈനയാണ്. ഓക്കെ, പിന്നെ ഇതിനൊക്കെ പകരമായിട്ട് ചൈന പാകിസ്ഥാൻ ഇന്റർനാഷണലി വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UN-ലൊക്കെ ഈ ഒരു പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റിനെതിരെയുള്ള ആക്ഷൻസിനൊക്കെ അതൊക്കെ ഇവർ ചൈന ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ചൈന ഹാസ് ബ്ലോക്ക്ഡ് ആക്ഷൻസ് അഗെയിൻസ്റ്റ് ദി പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ്. അതേപോലെ ചൈന പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ഷീൽഡാണ്. ഓക്കെ, ഗ്ലോബൽ ഇഷ്യൂസിലെ ഇവരുടെ ഒരു ഷീൽഡാണ് ചൈന. ഇപ്പോൾ നമുക്ക് സിന്ദൂറിൻ്റെ കാര്യം എടുക്കുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം എടുക്കുമ്പോൾ വി ലോഞ്ച്ഡ് എ ടെറർ അറ്റാക്ക് ഇൻ പെഹൽഗാം അല്ലേ, ആഫ്റ്റർ എ ടെറർ അറ്റാക്ക് ഇൻ പെഹൽഗാം ഇന്ത്യ ലോഞ്ച്ഡ് ഓപ്പറേഷൻ സിന്ദൂർ. സോ ചൈന റിയാക്ട് ചെയ്തത് ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ചൈന റിയാക്ട് ചെയ്തത്. ഓക്കെ, കോളിങ് ഇറ്റ് ദി ആക്ഷൻ ആസ് റിഗ്രറ്റബിൾ എന്നൊക്കെയാണ് ചൈന പറഞ്ഞത്. പിന്നെ പാകിസ്ഥാൻ പറഞ്ഞു ഇതിലൊരു ഇന്റർനാഷണൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചൈന അതിനെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, സോ ഈവൺ സ്ട്രോങ്ങർ മിലിറ്ററി ടൈസ്, അതായത് പാകിസ്ഥാൻ ദേ യൂസ്ഡ് എ ലോട്ട് ഓഫ് ചൈനീസ് മിലിറ്ററി ഗിയർ ഡ്യൂറിങ് ഇപ്പോൾ സിന്ദൂറിലും അവർ യൂസ് ചെയ്തു അല്ലേ, ചൈനയുടെ ഒരുപാട് മിലിറ്ററി ഗിയർ അവർ യൂസ് ചെയ്തിട്ടുണ്ട് സിന്ദൂറിൽ. അതേപോലെ ആഫ്റ്റർവേർഡ്സ് ബോത്ത് കൺട്രീസ് സെറ്റ് അവരുടെ ബോണ്ട് വളരെ സ്ട്രോങ് ആണെന്നാണ് രണ്ടുപേരും പറയുന്നത്. അയൺ ക്ലാഡ് പോലെയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പിന്നെ ചൈന ട്രൈലാറ്ററൽ മീറ്റിംഗ്സ് നടത്തി നമ്മൾ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ആയിട്ട് പിന്നീട് അവർ നടത്തി. ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഡീപ്പനിങ് പാർട്ട്ണർഷിപ്പ്.
സോ ചൈനയും പാകിസ്ഥാനും 1962 തൊട്ട് വളരെ സ്ട്രോങ് അലൈസ് ആണ്. ചൈന പാകിസ്ഥാന് പൈസ കൊടുക്കുന്നുണ്ട്, വെപ്പൺസ് കൊടുക്കുന്നുണ്ട്, ഗ്ലോബൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ റീസെന്റ് ടെൻഷൻസ് വിത്ത് ഇന്ത്യ, they have become even close. Okay, and they are using diplomacy to shift regional power in their favor. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും അവരുടെ ആ ഒരു പഴയ സ്ട്രാറ്റജി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, 1965 തൊട്ടിട്ട് ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ നൈബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ സറൗണ്ട് ചെയ്യാൻ, നമ്മളെ പ്രഷർ ചെയ്യാനും നോക്കിയത്, നമ്മൾ സറൗണ്ട് ചെയ്യാനും പ്രഷർ ചെയ്യാനും നോക്കിയത്. ലൈക്ക് ഈ ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ നമ്മളെ ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ ഇതിനെ പറയുന്നത് ഇന്ത്യ പ്ലസ് വൺ സ്ട്രാറ്റജി എന്നാണ്. സോ ആ ഒരു സ്ട്രാറ്റജി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇന്ത്യ ഹാസ് ബിക്കം മോർ കോൺഫിഡൻറ്റ് ആൻഡ് സ്ട്രോങ്. സോ നമ്മുടെ ആ ഒരു വളരെ ടഫായിട്ടുള്ള റെസ്പോൺസാണ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തത്. അതായത് ആ ഒരു ഉറിയിലുണ്ടായ ആ ഒരു ടെറർ അറ്റാക്കിന് ശേഷം, 2016 ഉറി അറ്റാക്കിന് ശേഷം, പുൽവാമ 2019, ഇപ്പോൾ റീസെൻ്റ്ലി പെഹൽഗാം 2025, ഇന്ത്യ നല്ല രീതിക്ക് ഇന്ത്യ ഹിറ്റ് ബാക്ക് മിലിറ്ററിലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിനി മറ്റേ ഇത് കാട്ടി പേടിപ്പിക്കണ്ട, ന്യൂക്ലിയർ ത്രെട്ട് ഇനി പാകിസ്ഥാൻ ആ ഒരു ഇത് വെച്ച് നമ്മൾ പേടിപ്പിക്കേണ്ട എന്ന് നമ്മൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നോ ലോങ്ങർ ഫിയേഴ്സ് പാകിസ്ഥാൻസ് ന്യൂക്ലിയർ ത്രെട്ട് ടോക്ക്. അപ്പോൾ ഈ ആക്ഷൻസ് ഒക്കെ ദിസ് ഹാവ് വീക്കൻ പാകിസ്ഥാൻസ് ഇമേജ് ഗ്ലോബലി. ഓക്കെ, ഗ്ലോബലി തന്നെ പാകിസ്ഥാൻ്റെ ആ ഒരു ഇമേജിന് വളരെയധികം ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യ സ്ലോസ് ചൈനാസ് പ്ലാൻ ഇൻ ദ റീജിയൻ. ഇന്ത്യയുടെ സ്മാർട്ട് ഡിപ്ലോമസി ഇറ്റ് ഈസ് ബ്ലോക്കിംഗ് ചൈനാസ് ഗ്രോയിങ് കൺട്രോൾ ഇൻ സൗത്ത് ഏഷ്യ. ഇപ്പോൾ മാൽദീവ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, മാൽദീവ്സിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മിസു, പുള്ളിയെ വിശ്വസിക്കാൻ പറ്റില്ല, തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ പുള്ളി ആദ്യം വന്ന സമയത്ത് ചൈനയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളൊരുമാതിരി ആക്കുന്ന സംസാരമൊക്കെ പുള്ളി സംസാരിച്ചിരുന്നു. ആൻഡ് അതിനുശേഷം നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റൊക്കെയാണ് അവിടുത്തെ മെയിൻ വരുമാനം. ഓക്കെ, ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ പുറത്ത് വെക്കേഷനൊക്കെ പോകുന്നത് മാൽദീവ്സിലോട്ടൊക്കെയാണ് അല്ലേ. സോ അവരൊന്നും പോവാതെ ആയപ്പോൾ തനിയെ മനസ്സിലായി. അപ്പം നേരെ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. ഓക്കെ, ഇപ്പോൾ മാൽദീവ്സ് കെയിം ബാക്ക് ടു വർക്കിംഗ് വിത്ത് ഇന്ത്യ. അതേപോലെ നേപ്പാൾ ആണെന്നുണ്ടെങ്കിൽ, നേപ്പാൾ ആ ചൈനയുടെ ഒരു BRI പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ചൈനയുടെ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ വിളിക്കുന്നത് ഇപ്പോൾ പുതിയ ന്യൂ സിൽക്ക് റോഡ് എന്നാണ് കേട്ടോ. വൺ ബെൽറ്റ് വൺ റോഡ്. ഓക്കെ, ഇതൊരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ചൈന ഇൻ 2013. ഓക്കെ, ടു ഇൻവെസ്റ്റ് ഇൻ മോർ ദാൻ 150 കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. സോ ഇപ്പോൾ നേപ്പാൾ ആ ഒരു പ്രൊജക്റ്റ്, ചൈനയുടെ ഈ ഒരു പ്രൊജക്റ്റിന് ഇപ്പോൾ പോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീലങ്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേ ആർ ലീനിങ് മോർ ടുവേർഡ്സ് ഇന്ത്യ അല്ലെ, അണ്ടർ ദ ന്യൂ പ്രസിഡന്റ്. സോ ചൈന ഇപ്പോൾ ആ ഒരു 3 കൺട്രി മീറ്റിംഗ്, ആ ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനായിട്ടും ബംഗ്ലാദേശായിട്ടും പാകിസ്ഥാനായിട്ടൊക്കെ. സോ ഈ കൺട്രീസ് ദേ ഏർലിയർ സപ്പോർട്ടഡ് ഇന്ത്യ, പക്ഷേ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും കൂടിയിട്ട് ഇവരെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പുതിയ ത്രെട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചൈനയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പാകിസ്ഥാൻ മേ ട്രൈ ടു റിവൈവ് ഓൾഡ് ലിങ്ക്സ് വിത്ത് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, സോ ഇത് ക്രോസ് ബോർഡർ ടെററിസം കൂട്ടും, അതേപോലെ ഇന്ത്യക്ക് ഒരുപാട് സെക്യൂരിറ്റി സ്ട്രെസ് കൂട്ടുന്നൊരു പരിപാടിയാണ്. അതേപോലെ ഈ ഒരു ചൈനയ്ക്ക് ഈസി ആയിട്ട് അവരുടെ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഒരു ത്രെട്ടൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വിൽ ബി ബിസി വിത്ത് ഡീലിംഗ് ദീസ് ത്രെഡ്സ്. ആ സമയത്ത് ഇവർക്ക് ഈ BRI പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ത്യ ഈസ് പുഷിംഗ് ബാക്ക് ഹാർഡ്, ബട്ട് ചൈന ആൻഡ് പാകിസ്ഥാൻ ആർ റിവൈവിംഗ് their old tactics. They are trying to surround India with a new regional partnership while also creating distractions and threats to slow India's rise. ചൈനയാണ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് പ്രോബ്ലം. ഓക്കെ, ചൈന ഈസ് ദി ബിഗർ ചാലഞ്ച് ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ നമുക്കറിയാം ഒരു ത്രെട്ട് തന്നെയാണ്, ദേ റിമെയിൻസ് എ ത്രെട്ട്, ബട്ട് ചൈന ഈസ് നൗ ഇന്ത്യാസ് മെയിൻ റൈവൽ. ഓക്കെ, സൗത്ത് ഏഷ്യയിൽ തന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കലി ആയാലും എക്കണോമിക്കലി ആയാലും മിലിറ്ററിയിലി ആയാലും ബാക്കി ആരേക്കാളും, സൗത്ത് ഏഷ്യയിലുള്ള ബാക്കി ഏത് കൺട്രീസിനേക്കാളും അവരാണ് ഇപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു ട്രൈലാറ്ററൽ ടാക്ടിക്സ് ചൈന യൂസ് ചെയ്യുന്നു എന്നതാണ്.
China is teaming up with Pakistan and others like Bangladesh, Afghanistan. ഓക്കെ, ട്രൈലാറ്ററൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നുണ്ട്. സോ ഇതിലൂടെ ചൈന എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് മേക്കിംഗ് തിങ്സ് ഹാർഡർ ഫോർ ഇന്ത്യ. ഓക്കെ, എസ്പെഷ്യലി ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റീജിയനെ തന്നെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെററിസത്തിനെതിരെ റീജിയനെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന. ഓക്കെ, എസ്പെഷ്യലി ആസ് ഇന്ത്യ ട്രൈസ് ടു യുണൈറ്റ് ദി റീജിയൻ അഗെയിൻസ്റ്റ് ടെററിസം. അതേപോലെ ഇപ്പോൾ നേപ്പാൾ ആണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും മാൽദീവ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് ഇന്ത്യയും ചൈനയായിട്ടുള്ള ആ ഒരു ഇത് ബാലൻസ് ചെയ്യണം. ഓക്കെ, ദേ ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ചൈന ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതേപോലെ ആ ഒരു റീജിയനിലുള്ള കോമ്പറ്റീഷൻ കൂട്ടാനാണ്. സോ ഇന്ത്യയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ഒരു റെഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ലിമിറ്റ് കടന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം. ഓക്കെ, ഒരു റെഡ് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഷോസ് ദി ലിമിറ്റ്, ഇറ്റ് വോണ്ട് ലെറ്റ് അതേഴ്സ് ക്രോസ്. അതേപോലെ ഈ നമ്മുടെ നൈബേഴ്സിനെയൊക്കെ വോൺ ചെയ്യുക. അതായത് എനി ഹോസ്റ്റൈൽ ആക്ട്സ്, അതായത് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരെയുള്ള ഏതെങ്കിലും മൂവ്സ് നടത്തിയാലോ അത് വളരെ സീരിയസ് കോൺസിക്വൻസസിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അത് മിലിറ്ററി ആയാലും എക്കണോമിക്കലി ആയാലും പൊളിറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും. സോ ചൈന ഈസ് അഗ്രസീവ്ലി എക്സ്പാൻഡിങ് ഇൻഫ്ലുവൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ട്രൈങ് ടു അണ്ടർമൈൻ ഇന്ത്യ യൂസിങ് റീജിയണൽ അലയൻസസ്. സോ നമ്മുടെ ആൻസർ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. വി ഷുഡ് ആക്ട് ഡിസൈസീവ്ലി ആൻഡ് മേക്ക് ഇറ്റ് കോസ്റ്റ്ലി ഫോർ എനിവൺ ഹു സപ്പോർട്ട്സ് ചൈനാസ് ആൻറ്റി ഇന്ത്യ മൂവ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇപ്പോൾ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.